ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സയൻസിലെ ക്വസ്റ്റ്യൻസിൻ്റെ, അതായത് ഫിസിക്സിലെയും ബയോളജിയുടെയും ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ക്ലാസ് ആണ്. നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് പാർട്ട്, നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയത്. ഫിസിക്സിലും ബയോളജിയിലും ചോദിച്ചിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് 2020 പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പോൾ അതിന്റെ ബാക്കി 26ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? ശരി, അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഫസ്റ്റ് പാർട്ട് കാണണം കേട്ടോ. അതിന്റെ ലിങ്ക് നമ്മൾ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്തിരിക്കാം, കൊടുത്തിരിക്കാം. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? ഊർജത്തിന്റെ CGS യൂണിറ്റ് പറയൂ, നിങ്ങൾക്ക് ആൻസർ അറിയായിരിക്കുമല്ലോ. എർഗ് ആണ് അല്ലെ? ഊർജത്തിന്റെ CGS യൂണിറ്റ് എന്താണ്? എർഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഊർജം എന്ന് പറഞ്ഞാൽ എന്താ? ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുക, അല്ലെ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് എന്ത്? ഊർജം. ഊർജത്തിന്റെ SI യൂണിറ്റ് എന്താ? അപ്പോ ഊർജത്തിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ പഠിച്ചതായിരുന്നു ഊതാപ്രാജൂൾ. ഓർമ്മയുണ്ടോ? ഊതാപ്രാജൂൾ. ഊർജം, താപം, പ്രവൃത്തി, ഇത് മൂന്നിന്റെയും SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഇനി ഈ മൂന്നിന്റെയും തന്നെ CGS യൂണിറ്റ് ചോദിക്കുകയാണെങ്കിൽ മൂന്നിന്റെയും തന്നെ CGS യൂണിറ്റ് എന്താണ് വരിക? എർഗ് ആണ് വരിക, അല്ലെ? മൂന്നിന്റെയും CGS യൂണിറ്റ് എന്താണ് വരുന്നത്? എർഗ് ആണ് വരുന്നത്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ 10⁻7 എർഗാണ്. ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ എത്ര എർഗാണ്? ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ജൂൾ എന്ന് പറയുന്നത് 10⁻7 എർഗാണ് ഒരു ജൂൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പൊ ഊർജത്തിന്റെ SI യൂണിറ്റ് അറിയാം, CGS യൂണിറ്റ് അറിയാം, ഊർജം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്താണ് സംഭവം? ആൻസർ നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണ്? ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും, അല്ലെ? കുറവായിരിക്കും. എന്താണ് ഘർഷണം അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചലിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണ് ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ്, അല്ലെ? ഇപ്പൊ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ പുറത്തുകൂടി സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന്റെ സഞ്ചാരത്തെ അല്ലെങ്കിൽ അതിന്റെ ചലനത്തെ എതിർക്കുന്ന ബലമാണ് ഏത് ബലം? ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ബോക്സ്, എന്തെങ്കിലും ഒരു പെട്ടി നമ്മുടെ തറയിൽ കൂടെ വലിച്ചു നീക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് വലിച്ചു നീക്കാൻ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചലനത്തെ ആരോ എതിർക്കുന്നുണ്ടല്ലേ? ആ എതിർക്കുന്ന ബലമാണ് ഏത് ബലം? ആ എതിർക്കുന്ന ബലമാണ് ഘർഷണ ബലം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് തറയാന്ന് വിചാരിക്കൂ. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. ആ പെട്ടീനെ നമ്മളിത് ഇങ്ങോട്ട് വലിച്ചു നീക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒരാൾ ഇവിടെ നിപ്പുണ്ട്, അയാൾ എന്ത് ചെയ്യാണ്? ഇതിന് ഇങ്ങോട്ട് വലിച്ചു നീക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇങ്ങനെ വലിക്കുകയാണ്. ഓക്കെ, വലിക്കുകയാണ്. അപ്പൊ ഇങ്ങോട്ട് വലിച്ചു നീക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുന്ന ബലമാണ് ഘർഷണ ബലമെങ്കിൽ അത് ഏത് ദിശയിലേക്കായിരിക്കും അനുഭവപ്പെടേണ്ടത്? നമ്മൾ ബലം കൊടുക്കുന്നത് ഇങ്ങോട്ടാണ്, അല്ലെ? ഇങ്ങോട്ട് വലിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ അതിനെ എതിർക്കുന്ന ബലം എന്ന് പറഞ്ഞാൽ അതിന്റെ വിപരീത ദിശയിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അവിടുത്തെ ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടേണ്ടത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു വസ്തു ചലിക്കുന്ന സമയത്ത്, മറ്റൊരു വസ്തുവിന്റെ പുറത്തുകൂടി ചലിക്കുന്ന സമയത്ത് അതിന്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഘർഷണ ബലം. ഇനി ഒരു വസ്തുവിനെ നമ്മളൊരു പ്രതലത്തിൽ കൂടെ നിരക്കിയാണ് നീക്കുന്നതെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് നിരങ്ങൽ ഘർഷണം. ഓക്കെ, നിരങ്ങൽ ഘർഷണം. ഇനി ഒരു വസ്തുവിനെ നമ്മൾ ഉരുട്ടിയാണ് നീക്കുന്നതെന്ന് ആലോചിക്കൂ. ഉരുട്ടിയാണ് ഞാനൊരു പ്രതലത്തിന്റെ പുറത്തൂടെ നീക്കുന്നതെന്ന് ആലോചിക്കൂ. അവിടെ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് ഉരുളൽ ഘർഷണം. ഓക്കെ അല്ലേ? നിങ്ങൾ തന്നെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നല്ല വെയിറ്റ് ഉള്ള ഒരു ബാഗ് ഉണ്ട്. ആ ബാഗിനെ തറയിൽ കൂടെ വലിച്ച് നീക്കിക്കൊണ്ട് വരാനാണോ, അതോ അതിന്റെ അതിന്റെ താഴെ ഒരു 4 വീല് ഘടിപ്പിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു ട്രോളി ബാഗ് ആലോചിച്ച് നോക്ക്. അതിന് താഴെ വീലുണ്ടല്ലോ, അല്ലെ? ചക്രങ്ങളുണ്ടല്ലേ? അത് വെച്ച് നമ്മൾ ഉരുട്ടി നീക്കിക്കൊണ്ടുവരും, ശരിയല്ലേ? അങ്ങനെ ഉരുട്ടി നീക്കാനാണോ അതോ നിരക്കി നീക്കാനാണോ എളുപ്പം? ഈസി എന്ന് പറയുന്നത് ഉരുട്ടി നീക്കാനല്ലേ? അപ്പൊ ഉരുട്ടി നീക്കാൻ ഈസി ആണെന്ന് പറഞ്ഞാൽ അവിടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ഘർഷണ ബലം എന്തായിരിക്കും? കുറവായിരിക്കും, ശരിയല്ലേ? അപ്പൊ ഒരു വസ്തുവിനെ നമ്മൾ ഉരുട്ടി നീക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ അനുഭവപ്പെടുന്ന ഘർഷണ ബലം
കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തെക്കാൾ കുറവായിരിക്കും. ഉരുട്ടി നീക്കുമ്പോൾ ഈസിയാണ്, എളുപ്പത്തിൽ വലിച്ചു നീക്കാൻ പറ്റും. ഉരുളൽ ഘർഷണം കുറവാണ്. ക്ലിയർ ആണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഇത് പെട്ടെന്ന് കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഓപ്ഷൻ എ ആണെന്ന് തോന്നിയോ? 70 മുതൽ 72 വരെയാണെന്ന് തോന്നിയോ? നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടി തന്നെ പേസ് ചോദിക്കുന്നതാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും ഒക്കെ. നമ്മൾ എപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന ഒരു സംഗതിയാണ് 70 മുതൽ 72 തവണ വരെ എന്നുള്ളത്. പക്ഷെ അത് എന്താണ്? മനുഷ്യന്റെ ഹൃദയമിടിപ്പിന്റെ റേഞ്ച് അല്ലേ 70 മുതൽ 72 വരെ എന്ന് പറയുന്നത്? ഹൃദയമിടിപ്പിന്റെ റേഞ്ചാണ് എന്ത്? 70 മുതൽ 72 തവണ വരെ എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ശ്വസന നിരക്കാണ്. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്വസിക്കുന്നത് 12 മുതൽ 18 വരെ, അല്ലെങ്കിൽ 12 മുതൽ 16 വരെയെന്നോ 12 മുതൽ 18 വരെയെന്നോ ഒക്കെ തരും. ശ്വസന നിരക്ക് ഒരു മിനിറ്റിൽ 12 തൊട്ട് 18 വരെയാണ് ശ്വസന നിരക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ശരി. അപ്പൊ ഈ ഹൃദയമിടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് പോയാലോ? അതായത് ഒരു മനുഷ്യൻ ശരാശരി ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ശ്വസിക്കുകയല്ല ഹൃദയമിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 തവണയാണ് അല്ലെ? ശരാശരി ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ 72 തവണയാണ്, അല്ലെങ്കിൽ ഒരു 70 തൊട്ട് 72 തവണ വരെ നമുക്ക് പറയാം. ഇനി സ്ത്രീകളുടെ ഹൃദയമിടിപ്പും പുരുഷന്മാരുടെ ഹൃദയമിടിപ്പും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് പുരുഷന്മാരെക്കാൾ എങ്ങനെയാണ്? കൂടുതലാണ്. അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. പുരുഷന്മാരുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ഒരു 70 മുതൽ 72 തവണ വരെ ആകുമ്പോൾ സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് എത്രയായിരിക്കും? ഒരു 78 തൊട്ട് ഒരു 82 തവണ വരെ ആയിരിക്കും സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് വരിക. ഓക്കെ, ഒരു 78 തൊട്ട് 82 തവണ വരെ ആയിരിക്കും സ്ത്രീകളുടെ ഹൃദയമിടിപ്പ് വരുന്നത്. പുരുഷന്മാരുടെ 70 തൊട്ട് 72 തവണ വരെ, സ്ത്രീകളുടെ 78 തൊട്ട് 82 തവണ വരെയാണ്. ഓക്കെ അല്ലേ? ആ ഒരു കാര്യം ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ശ്വസന നിരക്കാണെങ്കിൽ മിനിറ്റിൽ 12 മുതൽ 18 പ്രാവശ്യം വരെയാണ് ശ്വസന നിരക്ക് വരുന്നത്. ശരി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ഏതാണ്? വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ ആണ്, അല്ലെങ്കിൽ വിറ്റാമിൻ B7 ആണ്. ഓക്കെ, വിറ്റാമിൻ B7 അല്ലെങ്കിൽ ബയോട്ടിൻ ആണ് വിറ്റാമിൻ എച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി വിറ്റാമിൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്ന എന്താണ്? വിറ്റാമിൻ ജി അത് B2 ആണ്, അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ്. B2 ആണ്, അല്ലെങ്കിൽ റൈബോഫ്ലാവിൻ ആണ് വിറ്റാമിൻ ജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിറ്റാമിൻ എച്ച് എന്ന് പറഞ്ഞാൽ ബയോട്ടിൻ അല്ലെങ്കിൽ B7 ആണ്. ഓർത്തു വെക്കണേ. വിറ്റാമിൻ ജി നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. വിറ്റാമിൻ ജിയും ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ശരി, നെക്സ്റ്റ്. പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? മസിൽസ്. പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? അത് മയോളജി ആണ്. പേശികളെ കുറിച്ചുള്ള പഠനം എന്താണ്? മൈക്കോളജി എന്നൊക്കെ ഓപ്ഷനിൽ കാണും, തെറ്റിച്ച് കളയരുതേ. മയോളജി ആണ് പേശികളെ കുറിച്ചുള്ള പഠനം. ഓക്കെ, പേശികളെ കുറിച്ചുള്ള പഠനം. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓസ്റ്റിയോളജി. ഓക്കെ, ഓസ്റ്റിയോളജി. മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥി ഉണ്ടടാ? എത്ര അസ്ഥികളുണ്ട്? പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര അസ്ഥിയുണ്ട്? 206 അസ്ഥിയാണുള്ളത്, അല്ലെങ്കിൽ 206 ബോണാണ് ഉള്ളത്. 206 അസ്ഥികളാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ഉള്ളത്. ഓക്കെ, ശരി. ഇനി ഈ 206 അസ്ഥികളെ തന്നെ നമുക്ക് ഈ അസ്ഥികൂടത്തിന് രണ്ടായിട്ട് തിരിക്കാം. രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അക്ഷാസ്ഥികൂടം എന്നും അനുബന്ധാസ്ഥികൂടമെന്നും. ഓക്കെ, അക്ഷാസ്ഥികൂടമെന്നും അനുബന്ധാസ്ഥികൂടമെന്നും നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ അസ്ഥികൂടത്തിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 80 ആണ്. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചാൽ 126 ആണ്. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 126. ഈ അക്ഷാസ്ഥികൂടത്തിന്റെ ജോലി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ ജോലി. അപ്പൊ ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണം ഏത് അസ്ഥികൂടത്തിന്റെ ജോലിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷാസ്ഥികൂടത്തിന്റെ അല്ലെങ്കിൽ ആക്സിയൽ സ്കെലിട്ടന്റെ ജോലിയാണ്. ഇനി അനുബന്ധാസ്ഥികൂടമാണെങ്കിൽ നമ്മളെ ചലിക്കാനാണ് സഹായിക്കുന്നത്. ചലനത്തിന് സഹായിക്കുന്ന അസ്ഥികൂടത്തിന്റെ ഭാഗമാണ് ഏത്? അനുബന്ധാസ്ഥികൂടം. ഓക്കെ, അനുബന്ധാസ്ഥികൂടം.
ഇനി ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ ഏകദേശം എത്ര അസ്ഥികൾ ഉണ്ടാവും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 300ഓളം അസ്ഥികൾ ഉണ്ടാകും ഒരു നവജാത ശിശുവിന്റെ ശരീരത്തിൽ. ഓക്കെ, അപ്പൊ പ്രായപൂർത്തിയായ ആള് 206 അസ്ഥിയേ ഉള്ളൂ. ഒരു വളരെ ചെറിയൊരു കുഞ്ഞ് അല്ലെങ്കിൽ നവജാത ശിശുവിന്റെ ശരീരത്തിൽ ഒരു 300 അസ്ഥിയോളം ഉണ്ട്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ശിശു വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം കൂടുകയാണോ കുറയുവാണോ? കുറയുകയല്ലേ. ആദ്യം 300 ഉണ്ടായിരുന്നില്ലേ, ഇപ്പൊ 206 ഉള്ളൂ. അപ്പൊ ഒരു ശിശു വളർന്നു വരുമ്പോൾ എന്താണ്, അസ്ഥികളുടെ എണ്ണം കുറയുന്നു. അതെങ്ങനെയാണ് കുറയുന്നത്? ആരെങ്കിലും അടിച്ചൊടിക്കുന്നതാണോ? അല്ല. പിന്നെന്താ സംഭവിക്കുന്നത്? പ്രായപൂർത്തിയാവുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഇത് വളരുന്നതിനനുസരിച്ച് പല അസ്ഥികളും കൂടിച്ചേരുന്നുണ്ട്, ഫ്യൂസ് ആകുന്നുണ്ട്. പല അസ്ഥികളും കൂടിച്ചേർന്ന് ഒന്നായിട്ട് മാറും. അങ്ങനെയാണ് അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യുന്നത്? പ്രായപൂർത്തിയാവുന്ന സമയത്ത് അസ്ഥികളുടെ എണ്ണം കുറയുന്നത്. ക്ലിയർ അല്ലേടാ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഇനി സന്ധികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടും? സന്ധികളെ കുറിച്ചുള്ള പഠനം അത് അറിയപ്പെടുന്ന പേരാണ് ആർത്രോളജി. ഓക്കെ, ആർത്രോളജി. സന്ധികളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ആർത്രോളജി. ആർത്രോളജി ഓർമ്മിച്ച് വെക്കണേ, ആർത്രോളജി. ഓക്കെ ആണല്ലോ? ശരി, അത്രയും കാര്യം ഓക്കെ ആണ്. ഇനി നമ്മുടെ ശരീരത്തിലെ പേശികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 639 ആണ്. 639 പേശിയാണ് ഒരു മനുഷ്യനിലുള്ളത്. 639 പേശിയാണ്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. സൈലന്റ് സ്പ്രിംഗിന്റെ മലയാളം എന്താണ്? നിശബ്ദ വസന്തം. അങ്ങനെയും ചോദിക്കാറുണ്ട് കേട്ടോ. സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. ഓക്കെ, അപ്പോൾ അത് ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റേച്ചൽ കഴ്സന്റേതാണ്. റേച്ചൽ കഴ്സന്റെ ബുക്ക് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തമാണ്. ഇതിന്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ എന്താണെടാ? DDT ആണ്. DDT ഇല്ലേ? DDT. ഈ DDT ഉണ്ടാക്കുന്ന സാമൂഹികവും പാരിസ്ഥിതികവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ബുക്കാണ് ഈ പറയുന്ന നിശബ്ദ വസന്തം. റേച്ചൽ കഴ്സന്റെ ബുക്കാണ്. ഈ ഒരു ബുക്കിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്കയിൽ DDT നിരോധിക്കാൻ പോലും കാരണമായ ബുക്കാണ് ഈ പറയുന്ന നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. എഴുതിയത് റേച്ചൽ കഴ്സൺ ആണ്. DDTയുടെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഈ ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ലോക ഹീമോഫീലിയ ദിനം? ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഈ ഹീമോഫീലിയ അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? രാജകീയ രോഗം, റോയൽ ഡിസീസ്, അല്ലെങ്കിൽ ക്രിസ്മസ് രോഗം, അല്ലെ? ക്രിസ്മസ് രോഗം, എക്സ്മാസ് രോഗം, പിന്നെ ബ്ലീഡേഴ്സ് രോഗം. ഓക്കെ, ബ്ലീഡേഴ്സ് രോഗം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? ഹീമോഫീലിയ. അപ്പൊ രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് രോഗം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാവുകയോ അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാനുള്ള കാലതാമസം ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന രോഗമാണ് ഈ പറയുന്ന ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇത് എന്ത് ടൈപ്പ് രോഗമാണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ? ഒരു ജനിതക രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഒരിക്കലും ഒരു വിറ്റാമിൻ അപര്യാപ്തത രോഗമായിട്ട് ഹീമോഫീലിയനെ നിങ്ങൾ കണക്കാക്കരുത്. ഹീമോഫീലിയയ്ക്ക് ഒരു പരിപൂർണമായിട്ടുള്ള ചികിത്സ നിലവിലില്ല. കാരണം അതൊരു ജനറ്റിക് ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ഇതിന് പരിപൂർണമായിട്ടുള്ള ചികിത്സ നിലവിലില്ല. ഏത് പ്രോട്ടീന്റെ കുറവ് കൊണ്ടാണോ രക്തം കട്ട പിടിക്കാത്തത് ആ പ്രോട്ടീൻ കുത്തിവെച്ചിട്ടാണ് താൽക്കാലികമായിട്ട് ആ രോഗത്തിന്റെ ആശ്വാസമൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 രാജകീയ രോഗം, ക്രിസ്മസ് രോഗം, ബ്ലീഡേഴ്സ് രോഗം എന്നൊക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണേ, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന അസുഖം ഏതാണ്? അത് ക്ഷയമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ക്ഷയമാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നതാണ് ഏത്? രാജകീയ രോഗം എന്നറിയപ്പെടുന്നതാണ് ഹീമോഫീലിയ. ക്ലിയർ അല്ലേ? അപ്പോൾ രക്തം കട്ട പിടിക്കാനുള്ള കാലതാമസം അല്ലെങ്കിൽ നിലയ്ക്കാത്ത രക്തസ്രാവം ഉണ്ടാകുന്നതാണ് ഹീമോഫീലിയ. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 7 എന്ത് ദിവസമാണ്? ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമാണ്. ലോകാരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. ഓക്കെ, ലോകാരോഗ്യ ദിനമാണ് ഏപ്രിൽ 7. പിന്നെ മെയ് 17 ആണെങ്കിൽ ഏത് ദിവസമാണെന്നറിയോ? മെയ് 17 ലോക രക്താതിമർദ്ദ ദിനം. രക്താതിമർദ്ദ ദിനം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഡേ ആണ്. ലോക രക്താതിമർദ്ദ ദിനം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഡേ ആണ് മെയ് 17 എന്ന് പറയുന്നത്. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആണ് മെയ് 17, ലോക രക്താതിമർദ്ദ ദിനം. ഓക്കെ, രക്താതിമർദ്ദ ദിനം. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഏതാണ്? രക്താതിമർദ്ദമാണ്, ഹൈപ്പർ ടെൻഷൻ ആണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് രക്താതിമർദ്ദമാണ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ആണ്. ക്ലിയർ അല്ലേ? അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. അടുത്തത്, മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? നമ്മുടെ വായയിൽ എത്ര ടൈപ്പ് പല്ലുണ്ട്?
4 ടൈപ്പ് പല്ലുണ്ട്. 4 തരം പല്ലുകളാണ് നമ്മുടെ വായയിലുള്ളത്. 4 തരം പല്ലുകൾ ആണ്, 4 തരം പല്ലുകളാണ്. ഓക്കെ, അതില് ഏതൊക്കെയാണുള്ളത്? ഉളിപ്പല്ല്, കോമ്പല്ല്, ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, അതേപോലെ ചർവണകം. ഓക്കെ, ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം, ഇങ്ങനെ 4 ടൈപ്പ് പല്ലാണ് മനുഷ്യന്റെ വായയിലുള്ളത്. ഓക്കെ, ഇതിലെ ഉളിപ്പല്ലിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിലേക്ക് നമുക്ക് അറിയായിരിക്കും നിങ്ങൾക്ക്, എന്നാലും ഞാൻ ജസ്റ്റ് അതിലേക്ക് പോകുന്നതിന് മുന്നേ മനുഷ്യന്റെ ദന്തസൂത്രം ഒന്ന് പറഞ്ഞു തരാം. ദന്തൽ ഫോർമുല അല്ലെങ്കിൽ ദന്തസൂത്രം എന്താണ്? മനുഷ്യന്റെ ദന്തസൂത്രം അല്ലെങ്കിൽ ദന്തൽ ഫോർമുല എന്താന്ന് നമുക്ക് നോക്കാം. ദന്തൽ ഫോർമുല എന്ന് പറഞ്ഞാൽ 2123/2123. മനുഷ്യന്റെ ദന്തസൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2123/2123. ഓക്കെ, ഇത് പഠിച്ചു വെക്കണേ. 2123/2123. ഈ ഒരു ദന്തസൂത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഓരോ പല്ലിന്റെയും എണ്ണം നമുക്ക് ആലോചിക്കാൻ പറ്റും. ഈ ഒരു 2123ന്റെ കൂടെ ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് ഇപ്പൊ നോക്കിയോ, 4 × 2 എത്രയാണ്? 8 അല്ലെ. അപ്പൊ ഉളിപ്പല്ല് 8 എണ്ണം. ആദ്യത്തെ ഉളിപ്പല്ലല്ലേ, അത് അതിന്റെ ഒരു ഓർഡർ നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓർഡർ നമുക്ക് അറിഞ്ഞിരിക്കണം. ഉളിപ്പല്ല് എത്ര എണ്ണമാണ്? 8 എണ്ണം. 2 × 4 8. 2 × 4 8 എണ്ണം. അടുത്ത കോമ്പല്ല് 1 × 4 അല്ലേ. 1 × 4 എത്ര? 4 എണ്ണം. 1 × 4 4. കോമ്പല്ല് 4 എണ്ണം. വീണ്ടും 2 × 4 എത്രയാണ്? 8 അല്ലെ. അപ്പൊ അഗ്രചർവണകം 8 എണ്ണം. പിന്നെ 3 × 4 അടുത്ത് 3 × 4 12. അപ്പൊ ചർവണകം എത്ര എണ്ണമാണ്? ചർവണകം 12 എണ്ണമാണ്. അപ്പോൾ മനുഷ്യന് 4 ടൈപ്പ് പല്ലാണുള്ളത്. ഉളിപ്പല്ല്, കോമ്പല്ല്, അഗ്രചർവണകം, ചർവണകം. ഓക്കെ, മനുഷ്യന് ദന്തസൂത്രം ചോദിക്കുകയാണെങ്കിൽ, ദന്തൽ ഫോർമുല ചോദിക്കുകയാണെങ്കിൽ 2123/2123. അതില് നമുക്ക് ആ 2123നെ ഒരു 4 കൊണ്ട് ഗുണിച്ചാൽ ഓരോ പല്ലിന്റെ എണ്ണം കിട്ടും. ഉളിപ്പല്ല് 2 × 4 8 എണ്ണം ഉണ്ട്. കോമ്പല്ല് 4 എണ്ണം, അഗ്രചർവണകം 8 എണ്ണം, ചർവണകം 12 എണ്ണം. ഓക്കെ അല്ലേ? ശരി. ഇതില് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ് അല്ലെ. കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഉളിപ്പല്ലാണ്. ഇനി കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാ? കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് കോമ്പല്ല്. കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ല്. ഇനി അഗ്രചർവണകവും ചർവണകവും ചവച്ചരയ്ക്കാനാണ് സഹായിക്കുക. ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നതാണ് ഏത്? അഗ്രചർവണകവും ചർവണകവും ചവച്ചരയ്ക്കാനാണ് സഹായിക്കുന്നത്. ഓക്കെ, ചവച്ചരയ്ക്കാൻ സഹായിക്കും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യം ക്ലിയർ ആണ്. ഇനി പ്രായപൂർത്തിയായ ഒരു മനുഷ്യന്റെ വായിലെ പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ എത്ര എണ്ണമാണ്? 32 എണ്ണം അല്ലെ. പ്രായപൂർത്തിയായ ഒരാളിന്റെ വായിലെ പല്ലുകളുടെ എണ്ണം ചോദിച്ചാൽ 32 എണ്ണമാണ്. ഇനി മനുഷ്യനിലെ പാൽപ്പല്ലുകൾ എത്ര എണ്ണമാണ്? പാൽപ്പല്ലുകൾ 20 എണ്ണം അല്ലെ. മുകളിലും താഴെയും 10 വീതം പല്ലുകളാണ്. ടോട്ടലായിട്ട് പാൽപ്പല്ലിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 20 പാൽപ്പല്ലുകളാണ് മനുഷ്യരിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഉളിപ്പല്ലുകളുടെ എണ്ണമാണ്. ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണെടാ? 8 എണ്ണം അല്ലെ. ഉളിപ്പല്ലുകളുടെ എണ്ണം 8 ആണ്. ഇനി പല്ലിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് നിങ്ങൾക്ക് അറിയാം, ഓഡന്റോളജി ആണ്. പല്ലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ഓഡന്റോളജി. ഓക്കെ, ശരി. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഏതാണ്? അസ്ഥിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് വേണ്ടുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ് അല്ലെ. ജീവകം ഡി. ഓക്കെ, ജീവകം ഡി. ഡിയുടെ രാസനാമം എന്താണ്? കാൽസിഫെറോൾ അല്ലെ. കാൽസിഫെറോൾ. ഓക്കെ, കാൽസിഫെറോൾ. അപ്പൊ അസ്ഥിന്റെയും പല്ലിന്റെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം ഡി ആണ്. ഇനി കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങളെ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഡി ആണ്. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാലും വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. ഓർമ്മിച്ചു വെക്കണേ. ഇരുമ്പിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അപ്പോൾ ഇരുമ്പിന്റെ ആഗിരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ സി ആണ്. കാൽഷ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും ആഗിരണത്തിന് സഹായിക്കുന്നത് ഡി ആണ്. ഇരുമ്പിന്റെ ആഗിരണത്തിന് സഹായിക്കുന്നത് സി ആണ്. ഓക്കെ, സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ്? അത് ഡി ആണ് അല്ലെ. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ഡി ആണ്. അതേപോലെ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാ? ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. ലേയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിറ്റാമിനുകളെ എത്രയായിട്ട് തരംതിരിക്കാടാ? ലേയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ വിറ്റാമിനുകളെ 2 ആയിട്ട് തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്നും അതേപോലെ
കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിൻ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഉണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഉണ്ട്. ജലത്തിൽ ലയിക്കുന്നത് ബിയും സിയുമാണ്. നിങ്ങൾക്ക് അവിടെ WBC എന്ന് ആലോചിച്ച് വെക്കാം. WBC, W ഫോർ വാട്ടർ ആലോചിക്കാം. ബിയും സിയുമാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. കൊഴുപ്പിൽ ലയിക്കുന്നത് ADEK ആണ്. ADEK. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. അടക്ക് ഉണ്ടോ? അടക്ക്, അടയില്ലേ? അട നമ്മൾ പായസമൊക്കെ വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന അടയില്ലേ? അടയ്ക്ക് കൊഴുപ്പുണ്ട് എന്ന് ആലോചിക്കാം. അതല്ലെങ്കിൽ ഈ കെയിൽ നിന്ന് നമ്മൾ ബാക്കിലേക്ക് വായിക്കുകയാണെങ്കിൽ നമുക്ക് കേട എന്നല്ലേ ഇരിക്കുന്നത്. അപ്പൊ കൊഴുപ്പ് ശരീരത്തിന് കേട എന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ അടയ്ക്ക് കൊഴുപ്പുണ്ട് എന്ന രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് ആലോചിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ലേസത്തിന്റെ അടിസ്ഥാനത്തിൽ വൈറ്റമിൻസിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? 35ാമത്തെ ക്വസ്റ്റ്യൻ. പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. ഓക്കെ, പ്രപഞ്ചത്തിൽ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥ. സൂര്യനിലൊക്കെ ദ്രവ്യം കാണാൻ പറ്റുന്നത് ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്മ അവസ്ഥയിലാണ്. വളരെ ഉയർന്ന താപനിലയിൽ ഇങ്ങനെ ഉരുകി ഒലിച്ചിരിക്കുന്ന പോലെ ഇരിക്കുന്ന വളരെ ഉയർന്ന താപനിലയിലാണ് ദ്രവ്യം പ്ലാസ്മ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത്. വളരെ ഉയർന്ന താപനിലയിൽ. അപ്പൊ സൂര്യനിലും നക്ഷത്രങ്ങളിലും ഒക്കെ ദ്രവ്യം ഇരിക്കുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. പിന്നെ ഇടിമിന്നലിലും തീജ്വാലയിലും ഒക്കെ കാണുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? പ്ലാസ്മ അവസ്ഥയാണ്. ഇടിമിന്നൽ, തീജ്വാല മുതലായവയിൽ കാണുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥ പ്ലാസ്മ അവസ്ഥയാണ്. ദ്രവ്യത്തിന്റെ എത്രാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ? 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ അവസ്ഥ. 4ാമത്തെ അവസ്ഥയാണ് ഏതവസ്ഥ? പ്ലാസ്മ അവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണടാ? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ഏതാണ്? ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 5ാമത്തെ അവസ്ഥയാണ് ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അപ്പോൾ ദ്രവ്യത്തിന് എത്ര അവസ്ഥകളുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇത്ര അവസ്ഥയാണ് ദ്രവ്യത്തിനുള്ളതെന്ന് പറയാൻ പറ്റില്ല. അത്രയും അവസ്ഥകളുണ്ട്. ഓരോ ദിവസവും പുതിയ പുതിയ അവസ്ഥകളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ PSCയുടെ ഇതുവരെയുമുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ 7ആണ്. ദ്രവ്യത്തിന്റെ അവസ്ഥകൾ എത്രയുണ്ട് എന്ന് PSC ചോദിച്ചിട്ട് PSC ഇതുവരെയും കൊടുത്തിട്ടുള്ള ആൻസർ ഏതാണ്? കൊടുത്തിട്ടുള്ള ആൻസർ 7ആണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പരീക്ഷയ്ക്ക് PSC ചോദിച്ചു ദ്രവ്യത്തിന്റെ 9ാമത്തെ അവസ്ഥ ഏതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ PSC ഇനി 9 ആയിരിക്കും ആൻസർ കൊടുക്കാൻ പോകുന്നത്. പക്ഷെ 9ാമത്തെ അവസ്ഥ ഏതെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നീട് നടന്ന ഒരു പരീക്ഷയ്ക്കും ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ടെന്ന് ചോദിച്ചപ്പോൾ PSC 7 തന്നെയാണ് ആൻസർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ദ്രവ്യത്തിന് എത്ര അവസ്ഥയുണ്ട് എന്നുള്ള ക്വസ്റ്റ്യന് PSC ഇതുവരെ ആൻസർ മാറ്റിയിട്ടില്ല. 7 എന്ന് തന്നെയാണ് PSC എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതാം. 1ാമത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം, ഖരമാണ്. 2ാമത്തെ അവസ്ഥ ദ്രാവകമാണ്. 3ാമത്തെ അവസ്ഥ വാതകമാണ്. 4ാമത്തെ അവസ്ഥ ഏതാണ്? പ്ലാസ്മ. 4ാമത്തെ അവസ്ഥ പ്ലാസ്മയാണ്. 5ാമത്തെ അവസ്ഥ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, 6ാമത്തെ അവസ്ഥ ഏതാണ്? 6ാമത്തെ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് അല്ലെ? ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ അവസ്ഥ ഏതാണ്? ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ. ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മയാണ് 7ാമത്തെ അവസ്ഥ. ക്വാർക്ക് ഗ്ലുവോൺ പ്ലാസ്മ. 8ാമത്തെ അവസ്ഥ റിഡ്ബർഗ് മാറ്റർ. 8ാമത്തെ അവസ്ഥ റിഡ്ബർഗ് മാറ്റർ. 9ാമത്തെ അവസ്ഥ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ജാൻ ടെല്ലർ മെറ്റൽ. 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ. ജാൻ ടെല്ലർ മെറ്റൽ. 10ാമത്തെ അവസ്ഥയായിട്ട് നമുക്ക് PSCയുടെ ഓപ്ഷൻ പ്രകാരം ഏത് വേണമെങ്കിലും എഴുതാം. കറക്റ്റ് ആയിട്ട് ഇന്നതാണ് 10ാമത്തെ അവസ്ഥ എന്നുള്ളത് നമുക്ക് റെഫറൻസ് ബുക്കുകളിൽ ഒന്നും ലഭ്യമല്ല. നമുക്ക് ജസ്റ്റ് ആലോചിക്കാൻ പറ്റുന്നത് കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം സ്പിൻ ലിക്വിഡ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് 10ാമത്തെ അവസ്ഥയായിട്ട് എഴുതാം. കളർ ഗ്ലാസ് കണ്ടൻസേറ്റ് അല്ലെങ്കിൽ ക്വാണ്ടം സ്പിൻ ലിക്വിഡ് 9 വരെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കഴിഞ്ഞ ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ 5ാമത്തെ അവസ്ഥയായിരുന്നു ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണ്. പസഫിക് സമുദ്രം ആണ്. ഓക്കെ, ശരി. നെക്സ്റ്റ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്ത്? കാൽമുട്ടിലെ അസ്ഥിയുടെ പേര്. അസ്ഥികളൊക്കെ നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ സെഷനകത്ത്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? പാറ്റല്ലയാണ്. കാൽമുട്ടിലെ അസ്ഥിയുടെ പേരെന്താണ്? പാറ്റല്ല. പാറ്റല്ല. ഓക്കെ, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ ആണ്, അല്ലെങ്കിൽ തുടയലിലാണ് അല്ലെ? തൈബോൺ, തുടയലിലാണ് ഏറ്റവും വലിയ അസ്ഥി എന്ന് പറഞ്ഞാൽ ഫീമർ അല്ലെങ്കിൽ തുടയൽ. ഓക്കെ, അപ്പൊ ഫീമർ തുടയിൽ കാണുന്നില്ല.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുട്ട് ചിരട്ടയിലേക്ക് വരുമ്പോൾ അതിന്റെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. മുട്ട് ചിരട്ട. ഓക്കെ, മുട്ട് ചിരട്ടയാണ് പാറ്റല്ല. അതിനുശേഷം മുട്ടിന് ശേഷം താഴേക്ക് വരുമ്പോൾ കാലിന്റെ താഴെ ഭാഗത്ത് 2 അസ്ഥികളാണുള്ളത്, ടിബിയയും ഫിബുലയും. അപ്പൊ ടിബിയ, ഫിബുല എന്നീ അസ്ഥികൾ എവിടെ കാണും എന്ന് ചോദിച്ചാൽ എവിടെ കാണും? കാലിലാണ് കാണുന്നത്. നമ്മുടെ മുട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ താഴേക്കുള്ള കാലിന്റെ താഴ്ഭാഗത്തേക്ക് കാണുന്ന അസ്ഥികളാണ് 2 അസ്ഥികളാണ് ടിബിയയും ഫിബുലയും. ഓക്കെ, ഇനി നമ്മുടെ കാൽ കുഴയുണ്ടല്ലോ, നമ്മൾ കൊലിസിടുന്ന ഭാഗം, കാൽ കുഴ എന്ന് പറയുന്ന ഭാഗം, അവിടെ കാണുന്ന അസ്ഥിയുടെ പേരാണ് ടാർസൽസ്. എന്താണ് പറയുന്നത്? ടാർസൽസ്. ഓക്കെ, ടാർസൽസ്. കാൽക്കുഴയാണ് ടാർസൽസ്. ഇനി അടുത്ത് നമ്മുടെ കാൽപാദമാണ്. കാൽപാദത്തിൽ കാണുന്നതാണ് മെറ്റാടാർസൽസ്. കാൽപാദത്തിൽ കാണുന്നതാണ് എന്ത്? മെറ്റാടാർസൽസ്. കാൽപാദം. ഓക്കെ, കാൽപാദത്തിൽ കാണുന്നതാണ് മെറ്റാടാർസൽസ്. ഇനി അടുത്ത ഫലാഞ്ചസ് എന്ന് പറഞ്ഞാൽ കാൽ വിരലുകളിൽ കാണുന്നതാണ് ഫലാഞ്ചസ്. ഈ ഫലാഞ്ചസ് എന്ന് പറഞ്ഞാൽ കാൽ വിരലിലാണെങ്കിലും കൈവിരലിലാണെങ്കിലും കാണുന്ന അസ്ഥികൾ ഏത് തന്നെയാണ്? ഫലാഞ്ചസ് തന്നെയാണ്. കാൽവിരലുകളിലും കൈവിരലുകളിലും കാണുന്ന അസ്ഥി സെയിം തന്നെയാണ്, ഫലാഞ്ചസ് ആണ്. രണ്ടിലും കാണുന്നത് ഫലാഞ്ചസ് ആണ്. ഓക്കെ, ഫലാഞ്ചസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ലയാണ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, മാക്സില്ല എവിടുത്തെ അസ്ഥിയാണെന്ന് അറിയോടാ? മാക്സില്ല എന്ന് പറഞ്ഞാൽ മേൽ താടിയെല്ലാണ് കേട്ടോ. മേൽ താടിയെല്ലാണ് മാക്സില്ല. ഇനി മാൻഡിബിൾ എന്ന് പറഞ്ഞാൽ അത് കീഴ്ത്താടിയെല്ലാണ്. മാൻഡിബിൾ ഏതാണ്? കീഴ്ത്താടിയല്ല്. മാൻഡിബിൾ കീഴ്ത്താടിയല്ല്. ഓക്കെ, കീഴ്ത്താടിയല്ല്. ശരി, റേഡിയസ് എവിടെ കാണുന്നതാണ്? റേഡിയസ് കയ്യിൽ കാണുന്ന അസ്ഥിയാണ് റേഡിയസ്. എവിടെ കാണുന്നതാണ്? കയ്യിൽ കാണുന്ന അസ്ഥിയാണ് റേഡിയസ്. നമ്മൾ ഇപ്പൊ കാലിന്റെ കേസ് പറഞ്ഞ പോലെ നമ്മുടെ കൈയിന്റെ ഈ ഒരു ഭാഗമില്ലേ, വലിയ ഭാഗം, ഈ നമ്മുടെ കാലിന്റെ തുടയ്ക്ക് സമാനമായിട്ട് വരുന്ന കൈയിന്റെ ഈ ഒരു വലിയ ഭാഗമില്ലേ, അവിടെ കാണുന്ന അസ്ഥിയുടെ പേരാണ് ഹ്യൂമറസ്. ഓക്കെ, കയ്യിൽ കാണുന്ന ആ വലിയ അസ്ഥിയുടെ പേരാണ് ഹ്യൂമറസ്. ഇനി നമുക്ക് കൈയിന്റെ മുട്ട് പ്രത്യേകിച്ച് ഒരു അസ്ഥിയല്ല. കാൽമുട്ട് ഒരു പ്രത്യേക അസ്ഥി ആയതുപോലെ കൈയിന്റെ മുട്ട് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു അസ്ഥി ഇല്ല. ഓക്കെ, പിന്നെ നമ്മുടെ കൈയിന്റെ ഈ ഒരു ഭാഗമാണ്, കൈയിന്റെ താഴേക്ക് വരുന്ന ഈ ഒരു പോർഷനിൽ കാണുന്ന 2 അസ്ഥികളാണ് റേഡിയസും അൾനയും. ഓക്കെ, റേഡിയസും അൾനയും. അപ്പൊ ഇത്രയും നമ്മുടെ കൈകളിൽ കാണുന്ന അസ്ഥിയാണ്. ഓക്കെ, കൈയിന്റെ മുകൾ ഭാഗത്ത് ഹ്യൂമറസ് ആണ്, താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ റേഡിയസും അൾനയുമാണ് വരുന്നത്. ഇനി നമ്മുടെ കൈയിന്റെ റിസ്റ്റ് ഉണ്ടല്ലോ, റിസ്റ്റ് പോർഷൻ, കാൽക്കുഴ പോലെ കൈയിന്റെ റിസ്റ്റ് പോർഷൻ, അവിടെ കാണുന്നതാണ് കാർപ്പൽസ്. എന്താണ് കാണുന്നത്? കാർപ്പൽസ്. ഓക്കെ, കാർപ്പൽസ് ആണ് കാണുന്നത്. എന്നിട്ട് കൈ പത്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുന്നതാണ് മെറ്റാകാർപ്പൽസ്. കൈ പത്തിയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നതാണ് മെറ്റാകാർപ്പൽസ്. ഓക്കെ, അതേപോലെ നമ്മുടെ കൈയിന്റെ വിരലിലേക്ക് വരുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫലാഞ്ചസ് ആണ് അല്ലെ. കാൽവിരലാണെങ്കിലും കൈവിരലാണെങ്കിലും കാണുന്നത് എന്ത് തന്നെയാണ്? ഫലാഞ്ചസ് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഫലാഞ്ചസ് തന്നെയാണ്. കാൽവിരലിലും കൈവിരലിലും കാണുന്നത് ഫലാഞ്ചസ് തന്നെയാണ്. ഓക്കെ, അടുത്ത ഈ സ്കാപ്പുല കണ്ടോ, ഓപ്ഷനിൽ കാണുന്ന സ്കാപ്പുലയും അതേപോലെ മറ്റൊരാളുണ്ട് ക്ലാവിക്കിൾ. സ്കാപ്പുലയും ക്ലാവിക്കിളും എവിടെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോളിൽ കാണുന്ന, ഷോൾഡറിൽ കാണുന്ന അസ്ഥികളാണ് സ്കാപ്പുലയും ക്ലാവിക്കിളും. തോൾ അല്ലെങ്കിൽ ഷോൾഡറിൽ കാണുന്നതാണ് ഏത്? സ്കാപ്പുലയും ക്ലാവിക്കിളും. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ അവസ്ഥയാണ് അല്ലെ. പ്ലാസ്മ അവസ്ഥയിലാണ് വൈദ്യുത ചാർജുള്ള കണങ്ങളായിട്ട് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. പ്ലാസ്മ അവസ്ഥയിലാണ്. ഓക്കെ, 4ാമത്തെ അവസ്ഥയായ പ്ലാസ്മയിലാണ്. അടുത്തത്, ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാംഗം എന്ത് ചെയ്യും? ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാംഗം എന്ത് ചെയ്യും? ദ്രവണാംഗം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഉരുകുന്ന താപനിലയാണ് ദ്രവണാംഗം അല്ലെ. ഇപ്പൊ ഐസ് ഉരുകുന്നതിനെയാണ് നമ്മൾ അതിന്റെ ദ്രവണാംഗം എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊരു വസ്തു ആണെങ്കിലും ശരി, ഉരുകുന്ന, അത് ലിക്വിഡായിട്ട് ദ്രാവകമായിട്ട് മാറുന്നതാണ് അതിന്റെ ദ്രവണാംഗം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഐസൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ, റോഡിലൊക്കെ മഞ്ഞ് മാറാൻ വേണ്ടി നമ്മൾ ഉപ്പ് വിതറാറുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? മഞ്ഞ് മാറാൻ വേണ്ടി ഉപ്പ് വിതറാറുണ്ട്. അങ്ങനെ ഉപ്പ് വിതറുമ്പോൾ എന്തിനായിരിക്കും ഉപ്പ് വിതറുന്നത്? വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉപ്പ് വിതറുമ്പോൾ ഐസ് പെട്ടെന്ന് ഉരുകി പോവുമായിരിക്കും അല്ലെ, ഈസി ആയിട്ട് ഉരുകി പോവുമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് വിതറുന്നത്. അപ്പൊ ഈസി ആയിട്ട് ഉരുകുന്നു എന്ന് പറഞ്ഞാൽ നോർമലി ഉപ്പ്
ഐസ് ഉരുകാൻ എടുക്കുന്ന അത്രയും സമയം എടുക്കത്തില്ല, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഉരുകും. എന്ന് പറഞ്ഞാൽ ദ്രവണാങ്കം എന്ത് ചെയ്യും? ദ്രവണാങ്കം കുറയും അല്ലേ? ദ്രവണാങ്കം കുറഞ്ഞാലാണ് വേഗത്തിൽ ഉരുകാൻ പറ്റുന്നത്, ശരിയല്ലേ? മറ്റത് അത്രയും കൂടി അത്രയും ടെമ്പറേച്ചറിൽ എത്തിയാലേ ഉരുകുള്ളൂ. പക്ഷെ ദ്രവണാങ്കം കുറയുന്നു എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഉരുകും എന്നാണ് അർത്ഥം. അപ്പൊ ഐസിൽ നമ്മൾ ഉപ്പ് വിതറിക്കഴിഞ്ഞാൽ ഐസ് ഈസി ആയിട്ട് ഉരുകും എന്ന് പറഞ്ഞാൽ ഐസിന്റെ ദ്രവണാങ്കം എന്ത് ചെയ്യുന്നു? ദ്രവണാങ്കം കുറയുന്നു. അപ്പൊ ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയും. ഓക്കെ ആണോ എല്ലാവർക്കും? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? അപ്പം 40ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ചത്. 40ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് പഠിച്ചതെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ചു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ടാണ് ഒരു റിവിഷൻ ആയിട്ട് ചെയ്തത്. അപ്പൊ 10th പ്രിലിംസിൽ മുൻ വർഷങ്ങളിൽ നടന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ ഇങ്ങനെ ഒരു സീരീസ് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടാണ്. ഇതിന്റെ അടുത്തൊരു ഭാഗമായിട്ട് നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് 41ാമത്തെ ക്വസ്റ്റ്യൻസ് തൊട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. അപ്പോൾ വരുന്ന 10th പ്രിലിംസ് എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. അടുത്ത പാർട്ടിൽ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.